ഹരി ഓം. എല്ലാവർക്കും നാരായണീ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 71 ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് 72 ദശകമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ 66 ദശകം തൊട്ട് 66 ദശകം തൊട്ട് 71 ദശകം വരെയുള്ള പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് മുഴുവനും ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തിരക്കിലായിരുന്നു. പിന്നെ നമ്മുടെ ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായം അതിന്റെയും പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ള 72 ദശകം എന്ന് പറയുന്നത് അക്രൂരാഗമനാണ്. അപ്പൊ ഈ ദശകത്തിലാകെ 12 ശ്ലോകങ്ങളാണുള്ളത്. എല്ലാ ശ്ലോകങ്ങളും വസന്ത തിലകം എന്ന വൃത്തത്തിലുമാണ് ഉള്ളത്. അക്രൂരൻ കംസന്റെ അടുത്ത് നിന്നും ഭഗവാൻ കൃഷ്ണനെ കാണാൻ വരുന്നതാണ് അക്രൂരാഗമനം. അപ്പോൾ നമുക്ക് ചൊല്ലിത്തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം कंसोऽधनारद गिराव्रजवासिनं त्वामाकर्ण्य दीर्णहृदय स तु गान्धिनेयम् आहूय कार्मुकमखच्चलतो भवन्तम् आनेतुमेन महिनो दहिनाथशायिन् कंसोऽधनारद गिराव्रजवासिनं त्वामाकर्ण्य दीर्णहृदय स तु गान्धिनेयम् आहूय कार्मुकमखच्चलतो भवन्तम् आनेतुमेन महिनो दहिनाथशायिन्. നമ്മുടെ 71 ദശകത്തിന്റെ തുടർച്ച തന്നെയാണ് 72 ദശകം. അപ്പോ 71 ദശകത്തില് വ്യോമാസുരനെ വധിച്ചത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോ കംസന്റെ അടുത്ത് ചെന്ന് നാരദൻ രാമകൃഷ്ണന്മാര് ഗോകുലത്തില് സുഖമായി വസിക്കുന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ കംസൻ ഇപ്പൊ കാര്യം മനസ്സിലായി. തന്നെ വധിക്കുമെന്ന് പറഞ്ഞ കൃഷ്ണൻ, അതായത് ദേവകിയുടെയും വസുദേവന്റെയും 8ാമത്തെ പുത്രൻ ജീവിച്ചിരിക്കുന്നു. അപ്പൊ മരണഭീതിയായി കംസന്. അപ്പോ 1ാമത്തെ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് പറയാണ് പിന്നീട് എന്ന് വെച്ചാൽ നമ്മുടെ 71 ദശകം കഴിഞ്ഞുവല്ലോ, അത് കഴിഞ്ഞിട്ട് എന്ന് പറയാണ്. പിന്നീട് അനന്തനിൽ ശയിക്കുന്നവനെ, അല്ലെ, മഹാവിഷ്ണു അനന്തനിൽ ശയിക്കുന്നവനാണ് അല്ലെ, അനന്തന്റെ മേലെയാണ് ഭഗവാൻ കിടക്കുന്നത്. അപ്പോ അനന്തനിൽ ശയിക്കുന്നവനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് 1ാമത്തെ ശ്ലോകം ഭട്ടതിരിപ്പാട് ആരംഭിക്കുന്നത്. എന്നിട്ട് പറയാണ് അങ്ങനെ കംസൻ മനസ്സിലാക്കിയപ്പോൾ, നാരദനിൽ നിന്നും രാമകൃഷ്ണന്മാർ സുഖമായിട്ട് ഗോകുലത്തില് വസിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ ആദ്യം ഭഗവാനെ കൊല്ലാനായിട്ട് അസുരന്മാരെ അയച്ചു അല്ലെ. അപ്പോ അത് പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോ മരണഭീതിയായി ആൾക്ക്. അപ്പൊ എന്താണ് അടുത്തത് ചെയ്തതെന്ന് അറിയാമോ? മധുരയിലേക്ക് എങ്ങനെയെങ്കിലും കൃഷ്ണനെ വിളിച്ചു വരുത്താൻ കംസൻ തീരുമാനിക്കുകയാണ്. അതായത് മധുരയിലേക്ക് രാമകൃഷ്ണന്മാരെ എത്തിക്കണം, എന്നിട്ട് ഇവിടെ വെച്ച് വകവരുത്താം എന്നാണ് ആളുടെ വെറും തെറ്റിദ്ധാരണ. അപ്പൊ അങ്ങനെ കംസൻ എന്ത് ചെയ്തു? അക്രൂരനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഇവിടെ ധനുർയജ്ഞം നടക്കുന്നുണ്ട്, അതിലേക്ക് ക്ഷണിക്കുകയാണ് എന്ന വ്യാജേന രാമകൃഷ്ണന്മാരെ ക്ഷണിക്കാൻ വേണ്ടി അക്രൂരനെ ഗോകുലത്തിലേക്ക് അല്ലെങ്കിൽ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. അതാണ് 1ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 1ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. പിന്നീട് അനന്തനിൽ ശയിക്കുന്നവനെ, നാരദനിൽ നിന്നും രാമകൃഷ്ണന്മാർ സസുഖം വൃന്ദാവനത്തിൽ വാഴുന്നു എന്ന വാർത്ത കംസന് മരണഭീതി ഉണ്ടാക്കി. ആള് പരിഭ്രാന്തനായി എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുകയാണ്. ആ സമയത്താണ് മധുരയിലേക്ക് അവരെ എത്തിച്ച് വകവരുത്താം എന്ന് കംസൻ ചിന്തിച്ച് അതിനുവേണ്ടി അക്രൂരനെ ആളയച്ച് വിളിച്ചു വരുത്തുകയാണ്. ധനുർയജ്ഞം കാണാൻ എന്ന വ്യാജേന രാമകൃഷ്ണന്മാരെ മധുരയിലേക്ക് കൊണ്ടുവരാൻ കംസൻ പദ്ധതിയിടുന്നു. അതിനായി അക്രൂരനെ വൃന്ദാവനത്തിലേക്ക് അയക്കുന്നു. ഇനി നമുക്ക് 2ാമത്തെ ശ്ലോകം ചൊല്ലാം.
അക്രൂര യേഷ ഭവതം കൃപരശ്ചിരായ त्वद्धर्शनाक्षममना क्षितिपालभीत्या तस्याज्ञयैव पुनरीक्षितुमुद्यतस्त्वामानन्दभारमधिभूरितरं बभार अक्रूर एष भवतं कृपरश्चिराय त्वद्धर्शनाक्षममना क्षितिपालभीत्या तस्याज्ञयैव पुनरीक्षितुमुद्यतस्त्वामानन्दभारमधिभूरितरं बभार. രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അക്രൂരന്റെ ഭക്തിയെ കുറിച്ചാണ് കേട്ടോ. അക്രൂരന്റെ ഭക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തന്മാർ മാതൃകയാക്കേണ്ടുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത്. അതായത് ഭഗവാനോടുള്ള ഭക്തി, അകമഴിഞ്ഞ ഭക്തിയാണ് അക്രൂരൻ ഉണ്ടായിരുന്നത്. ഭഗവാനോട് അത്യധികമായിട്ടുള്ള പാദഭക്തി അക്രൂരൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. എന്നാൽ കംസനോടുള്ള ഭയം മൂലം, കംസനെ ഭയന്ന് ആ ആഗ്രഹം ഉള്ളിൽ തന്നെ, അതായത് എന്നെങ്കിലും ഭഗവാനെ നേരിട്ട് കാണണം, എന്നെങ്കിലും കൃഷ്ണനെ നേരിട്ട് കാണണം എന്നുള്ള അതിയായ ആഗ്രഹം മനസ്സിൽ തന്നെ വെച്ച് കാത്തിരിക്കുകയായിരുന്നു അക്രൂരൻ. അപ്പോൾ രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞതുപോലെ കംസൻ വിളിച്ചു വരുത്തി. കംസന്റെ തന്നെ നിയോഗം എന്താണ്? ധനുർയജ്ഞം കാണാൻ രാമകൃഷ്ണന്മാരെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് അക്രൂരനോട് ആജ്ഞാപിക്കുകയാണ്. അപ്പോ കംസന്റെ ആജ്ഞയായിട്ട് മാറി ഇപ്പോ. അപ്പോ എന്തായിരുന്നോ വളരെ കാലമായി അക്രൂരൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത്, അതിതാ നടത്താൻ പോകുന്നു. അതറിഞ്ഞപ്പോ അക്രൂരൻ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല. അത്ര കണ്ട ആനന്ദം ആ മഹാഭക്തന് ഉണ്ടായി എന്നാണ് പറയുന്നത്. അതായത് ഭഗവാനെ നേരിട്ട് കാണാൻ പോവാണ്. ഇത്രകാലം മനസ്സിൽ കാത്തു വെച്ചിരുന്ന ആഗ്രഹമാണ് കൃഷ്ണനെ കാണാന്നുള്ളത്. അതിപ്പോ നടക്കാൻ പോകുന്നു. അതും ഒട്ടും ഭയമില്ലാതെ ധൈര്യത്തോടെ പോയി കാണാം. കാരണം കംസനെ ഭയന്നാണ് പോവാതെ ഇരുന്നതെങ്കിൽ, കംസനെ ഭയന്നാണ് കൃഷ്ണനെ കാണാൻ കഴിയാതെ ഇരുന്നതെങ്കിൽ, ഇന്ന് ആ കംസന്റെ തന്നെ ആജ്ഞയാണ് പോയി രാമകൃഷ്ണന്മാരെ ധനുർയജ്ഞം കാണാൻ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത്, ക്ഷണിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോ ആ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള സന്തോഷം വെറും വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. കൃഷ്ണനോട് അതിയായിട്ടുള്ള പാദഭക്തി വെച്ചു പുലർത്തിയിരുന്ന ആളായിരുന്നു അക്രൂരൻ. കംസനോടുള്ള ഭയം മൂലം കൃഷ്ണനെ കാണുക എന്ന ആഗ്രഹം അദ്ദേഹം മനസ്സിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചു. എന്നാൽ ഇന്ന് കംസന്റെ ആജ്ഞയാണ് രാമകൃഷ്ണന്മാരെ ധനുർയജ്ഞം കാണാൻ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോ കൃഷ്ണനെ ഇത്രകാലം താൻ കാത്തു വെച്ചിരുന്ന ആഗ്രഹം, കൃഷ്ണനെ കാണുക എന്നുള്ള ആ ആഗ്രഹം സാധിക്കാൻ പോകുന്നത് അറിഞ്ഞ് ആ ഉത്തമ ഭക്തന് അതിയായിട്ടുള്ള ആനന്ദം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. सोऽयं रथेन सुकृती भवतो निवासं गच्छन्मनोरथगणांस्त्वयि दार्यमाणान् आस्वादयन् मुहुरपाय भयेन दैवं सम्प्रार्थयन् पति न किञ्चिदपि व्यजानात्. सोऽयं रथेन सुकृती भवतो निवासं गच्छन्मनोरथगणांस्त्वयि दार्यमाणान् आस्वादयन् मुहुरपाय भयेन दैवं सम्प्रार्थयन् पति न किञ्चिदपि व्यजानात्. അക്രൂരന്റെ വൃന്ദാവനത്തിലേക്കുള്ള യാത്രയാണ് മൂന്നാമത്തെ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. തേരിൽ കയറി ഭഗവാനെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ കൃഷ്ണനെ പോയി കാണാൻ സാധിക്കുക എന്നുള്ളത് അക്രൂരന് കഴിഞ്ഞു, അല്ലെ? പോയി കാണാനായിട്ടുള്ള അനുവാദം കിട്ടി, പോയി കാണാൻ പോവാണ്. അപ്പൊ പുണ്യവാനാണ് അക്രൂരൻ, അതിൽ സംശയമൊന്നുമില്ല. ആള് ഭഗവാനെ കാണാനായിട്ട് പോവാണ്. അപ്പൊ തേരിൽ കയറി ഇരുന്നെങ്കിലും ഉള്ളിൽ മുഴുവനും ആശങ്കയായിരുന്നു. അതായത് അവിടെ എത്തുന്നതും മനസ്സിൽ സങ്കല്പിക്കുന്നത് എന്താണ്?
അവിടെ എത്തുന്നതും കൃഷ്ണനെ കാണുന്നതും നമസ്കരിക്കുന്നതും കൃഷ്ണനോട് എന്താണ് പറയുക ഇതൊക്കെയാണ് മനസ്സിൽ കാണുന്നത്. എന്നാൽ കാണാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്കയും ആൾക്കുണ്ട്. എന്തെങ്കിലും തടസ്സം നേരിടുമോ എന്റെ ആഗ്രഹത്തിന്, കാരണം വളരെ കാലമായിട്ടുള്ള ആഗ്രഹമാണ് കാണാന്നുള്ളത്. അത് മുടങ്ങി മുടങ്ങി നിൽക്കുകയാണ്. കംസനെ ഭയന്നാണ് ഇത്ര കാലം മുടങ്ങിയത്. ഇപ്പൊ അതിനൊരു അവസരം ലഭിച്ചു. ഇനി അതിനെന്തെങ്കിലും പ്രശ്നം നേരിടുമോ, ഭഗവാനെ കാണാതിരിക്കുമോ എന്നുള്ള ആശങ്കയുണ്ട്. ഇത് തന്നെ ചിന്തിച്ച് ആ യാത്ര ചെയ്തത് കൊണ്ട് തന്നെ വഴിയിലുള്ളതൊന്നും അക്രൂരൻ കണ്ടതുമില്ല, വഴി പോയതും അറിഞ്ഞതില്ല. അതായത് അവിടെ എത്തിയതും അറിഞ്ഞില്ല. ആ എത്തുന്നത് വരെ വഴിയിൽ എന്തൊക്കെയാണോ കാഴ്ചകൾ ഉണ്ടായിരുന്നത് അതൊന്നും തന്നെ, ഭഗവാന്റെ വാസസ്ഥലത്ത് എത്തുന്നത് വരെയുള്ള കാഴ്ചകള് ഒന്നും തന്നെ ആ ഭക്തനായ അക്രൂരൻ കണ്ടില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പൊ ഇത് ചൊല്ലുമ്പോ എനിക്കും ഈ ശ്ലോകം ചൊല്ലുന്ന സമയത്ത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഓർമ്മ വരുന്നത്. അതായത് നമ്മൾ ഗുരുവായൂരപ്പന്റെ അടുത്ത് കുറേ തവണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കുറേ തവണ പോയിട്ട് തൊഴാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ കുട്ടികളുടെ ഇപ്പൊ ഡാൻസ് ടീച്ചർ ആയതിനു ശേഷം കുട്ടികളുടെ അരങ്ങേറ്റം വരുമ്പോ എല്ലാ വർഷവും പോയി ബുക്ക് ചെയ്യും. ആ ബുക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ചിലപ്പോ തിരക്കില്ലെങ്കിൽ കയറി നിന്ന്, തിരക്കില്ലെങ്കിൽ എന്നല്ല, ചിലപ്പോ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും. പക്ഷെ എങ്കിലും നിന്ന് തൊഴാറുണ്ട്. പിന്നെ മോനിപ്പോ കുറച്ച് വലിയ കുട്ടി ആയപ്പോഴാണ് അവന് ക്യൂ നിന്ന് മടുക്കും. അപ്പൊ ആ സമയത്ത് മാത്രമാണ് തിരക്ക് കണ്ട ഉള്ളിൽ അയ്യോ ഇവൻ വാശി പിടിക്കുമല്ലോ എന്നൊരു ഭയം തോന്നുക. അപ്പോ അവിടെ നിന്ന് അവിടെ എത്തുന്നത് വരെ ആശങ്ക എന്തായിരിക്കും, എങ്ങനെയാണ് ഭഗവാനെ കാണാൻ സാധിക്കുക, ക്യൂ നിൽക്കേണ്ടി വരുമോ, തിരക്കുണ്ടാവോ, കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതിൽ പരം വിഷമം വേറൊന്നുമില്ല. ചിലപ്പോ നമുക്ക് ക്യൂ നിന്നാലും ആ സമയത്തിനുള്ളിൽ നമുക്ക് തൊഴുതിറങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഞാനും ഹസ്ബൻഡും മാത്രമാണെങ്കിൽ എത്ര നേരം വേണേലും നിൽക്കും. പക്ഷെ മോനെ കൊണ്ട് പോകുമ്പോ അതല്ലല്ലോ. അപ്പോ അതിങ്ങനെ ആലോചിക്കും, മോനില്ലാതെ നമുക്ക് എവിടെ യാത്ര ചെയ്യാനും പറ്റില്ല, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പൊ അത് കാരണം ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് പോവാ. അപ്പൊ അങ്ങനെ ബുക്ക് ചെയ്യാൻ പോയിട്ട് തൊഴാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, അടുത്ത് തന്നെ ഏതെങ്കിലും ഒരു ദിവസം ലീവ് എടുത്തിട്ടാണെങ്കിലും ശരി വെറും ഭഗവാനെ കാണാൻ വേണ്ടി മാത്രം അങ്ങോട്ടേക്ക് പോവാൻ തോന്നും. അപ്പൊ അങ്ങനെ അതിനു വേണ്ടി യാത്ര ചെയ്തിരിക്കും. അപ്പോഴും മനസ്സിൽ നേരത്തെ ഇറങ്ങും വീട്ടിൽ നിന്ന്, ടെൻഷനൊന്നും ഇല്ല, അവിടെ പോയാൽ നിൽക്കാം. എങ്കിലും ഉള്ളിലൊരു ആശങ്കയായിരിക്കും, എന്തെങ്കിലും മുടക്കം വരുമോ, എനിക്ക് കാണാൻ പറ്റില്ലേ, തിരക്കുണ്ടാവോ, ഇങ്ങനെയുള്ളൊരു ആശങ്ക എപ്പോഴും മനസ്സിലുണ്ടാവും. പക്ഷെ ഭഗവാൻ എല്ലാം ഒരു കുഴപ്പം കൂടാതെ നിന്ന് ദർശനം തരുകയും ചെയ്യും. അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. പക്ഷെ പറയുക, അപ്പൊ അക്രൂരിന്റെ മനസ്സിൽ ഇപ്പൊ പോയ ചിന്തകൾ ഉണ്ടല്ലോ, ഇവിടുന്ന് അവിടെ എത്തിയത് അറിയില്ല എന്നുള്ളത്, അതുപോലെ തന്നെയാണ്. അപ്പൊ ഈ വണ്ടിയിൽ പോകുന്ന സമയത്ത് ചിലപ്പോ നാരായണീയം 100-ാം ദശകം ചൊല്ലിയിട്ടൊക്കെ ആയിരിക്കും പോവാ. തൊഴാൻ പറ്റണേ, ഇത് നേരെ ചൊല്ലി പൂർത്തിയാക്കാം ഭഗവാനെ, എനിക്ക് തൊഴാൻ പറ്റണേ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോവാ. അപ്പൊ അക്രൂരിന്റെ ആ ഒരു മാനസികാവസ്ഥ കണ്ടപ്പോ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വന്നത്. അത് അത്രയും അദ്ദേഹത്തെ പോലെ അത്രയും വലിയ ഉത്തമ ഭക്തയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിനുണ്ടായ ആശങ്കകളൊക്കെ എനിക്കും തോന്നാറുണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അത്രയേ ഉള്ളൂ മൂന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. തേരില് അക്രൂരൻ ഭഗവാനെ കാണാനായിട്ട് കൃഷ്ണന്റെ വാസസ്ഥലത്തേക്ക് പോവുകയാണ്. കംസന്റെ അനുവാദത്തോടു കൂടിയാണ് പോകുന്നതെങ്കിലും യാത്രയിൽ എന്തെങ്കിലും തടസ്സം നേരിട്ടാലോ ഭഗവാനെ കാണാൻ സാധിച്ചില്ലെങ്കിലോ ഇനി ഭഗവാനെ കണ്ടാൽ ആദ്യം എന്താണ് ചെയ്യുക, ആദ്യം നമസ്കരിക്കുക, ഭഗവാനോട് സംസാരിക്കുക, ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഈ യാത്രയിലുള്ളതൊന്നും വഴിയിലുള്ളതൊന്നും അക്രൂരൻ കണ്ടതുമില്ല. യാത്ര കഴിഞ്ഞ് അവിടെ എത്തിയത് ഒട്ട് അറിഞ്ഞതുമില്ല. യാത്ര ഒട്ടും ദൈർഘ്യമില്ലാതെ തോന്നി അക്രൂരന് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകം ചൊല്ലാം. ദ്രക്ഷ്യാമി വേദശതഗീതഗതിം പുമാംസം സ്പ്രക്ഷ്യാമി കിം സ്വിദപി നാമ പരിഷ്വജേയ കിം വക്ഷ്യത്തെ स खलु मां क्वनु वीक्षितस्यादित्तं निनाय स भवन्मयमेव मार्गम् द्रक्ष्यामि वेदशतगीतगतिं पुमांसं स्प्रक्ष्यामि किं स्विदपि नाम परिष्वजेय किं वक्ष्यते स खलु मां क्वनु वीक्षितस्यादित्तं निनाय स ഭവന്മയമേവ മാർഗം. 4-ാമത്തെ ശ്ലോകത്തിലും അക്രൂരന്റെ ചിന്തകൾ തന്നെയാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അക്രൂരൻ ചിന്തിക്കുകയാണ്, ഈ യാത്രയില് ഞാൻ
ആ ഭഗവാനെ നേരിട്ട് കാണുമോ? ഇപ്പോഴും വിശ്വസിക്കാനാവാത്തൊരവസ്ഥയാണ് അക്രൂരന്. അപ്പൊ ഞാൻ ഭഗവാനെ നേരിട്ട് കാണുമോ? കണ്ട ഭഗവാനെ സ്പർശിക്കാൻ സാധിക്കുമോ? ഭഗവാൻ എന്നെ ആശ്ലേഷിക്കുമോ? കൃഷ്ണനെ സ്പർശിക്കാൻ സാധിക്കുമോ? കൃഷ്ണൻ എന്നെ വന്ന് ആശ്ലേഷിക്കുമോ? എന്നോട് കുശലം പറയുമോ? സംസാരിക്കുമോ? ഗോകുലത്തിൽ എവിടെ വെച്ചാവും ഞാൻ കണ്ണനെ കാണുക? എവിടെ വെച്ചാവും ഞാൻ കാണുക? എവിടെ നിന്നായിരിക്കും ഞാൻ ഭഗവാനോട് സംസാരിക്കുക? എന്നിങ്ങനെ മനസ്സ് മുഴുവനും ആ കൃഷ്ണനിൽ ലയിച്ച് ഭക്തപരവശനായിട്ടാണ് അക്രൂരന്റെ യാത്ര. അതുകൊണ്ട് തന്നെയാണ് യാത്ര വഴിയിലുള്ളതൊന്നും അറിയാതെ ആ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നത് ഒന്നും അക്രൂരൻ അറിയുന്നത് പോലുമില്ല. മനസ്സിൽ മുഴുവനും ഭഗവാനെ കുറിച്ച് മാത്രമായിട്ടുള്ള ചിന്തയോടുകൂടി അദ്ദേഹം പോവാണ്. അപ്പൊ അത്രയേ ഉള്ളൂ 4-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. അക്രൂരന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ് 4-ാമത്തെ ശ്ലോകത്തിലും ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. ഭഗവാനെ ഞാൻ കാണുമോ? നേരിട്ട് കാണുമോ? എപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. നേരിട്ട് കാണുമോ? കണ്ടാൽ ഭഗവാനെ സ്പർശിക്കാൻ സാധിക്കുമോ? എന്നെ ആശ്ലേഷിക്കുമോ? എന്നോട് കുശലം ചോദിക്കുമോ? എന്നോട് സംസാരിക്കുമോ? എന്നിങ്ങനെയുള്ള ചിന്തകളാണ് അക്രൂരന്റെ മനസ്സിൽ. ഗോകുലത്തിൽ എവിടെ വെച്ചാവും ഞാൻ കൃഷ്ണനെ കാണുക? എന്താവും എന്നോട് കണ്ണൻ പറയുക? എന്നിങ്ങനെയുള്ള ആശങ്കകൾ മനസ്സിൽ വന്ന് വന്ന് ആ യാത്ര പോയത് അക്രൂരൻ അറിഞ്ഞില്ല. ആ വഴിയിലുള്ളതൊന്നും അദ്ദേഹം കണ്ടതുമില്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകം ചെല്ലാം. ഭൂയ ക്രമാധഭിവിശൻ ഭവതം കൃപൂതം വൃന്ദാവനം ഹരവിരിഞ്ച സുരാഭിവന്ധ്യം ആനന്ദമഗ്ന ഇവ ലഗ്ന ഇവ പ്രമോഹേ കിം കിം ദശാന്തരമവാപന പങ്കജാക്ഷ ഭൂയ ക്രമാധഭിവിശൻ ഭവതം കൃപൂതം വൃന്ദാവനം ഹരവിരിഞ്ച സുരാഭിവന്ധ്യം ആനന്ദമഗ്ന ഇവ ലഗ്ന ഇവ പ്രമോഹേ കിം കിം ദശാന്തരമവാപന പങ്കജാക്ഷ. 5-ാമത്തെ ശ്ലോകത്തില് അക്രൂരൻ അമ്പാടിയിൽ അല്ലെങ്കിൽ വൃന്ദാവനത്തിൽ എത്തിച്ചേരാണ്. അപ്പോ അങ്ങനെ പടിപടിയായിട്ട് ഭഗവാന്റെ പാദം പതിഞ്ഞ് പുണ്യഭൂമിയായി തീർന്ന ആ വൃന്ദാവനത്തില് ഭട്ടതിരിപ്പാട് പറയാണ്, ശിവൻ, ബ്രഹ്മാവ്, പിന്നെ ദേവന്മാര് തുടങ്ങിയവർക്കൊക്കെ വന്ദിക്കാൻ യോഗ്യമായ, അല്ലെ, അവര് വന്ദിക്കാൻ യോഗ്യമായിട്ടുള്ള അത്രയും പുണ്യ സ്ഥലമാണ് ആ വൃന്ദാവനം. ഇന്നും വൃന്ദാവനം എന്ന് പറയുന്നത് ഭൂമിയിലെ സ്വർഗം അല്ലെങ്കിൽ വൈകുണ്ഠം എന്നൊക്കെ പറയാം. അവിടെ കാല് പതിക്കുക എന്നുള്ളത് എന്റെയും വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, വൃന്ദാവനം കാണുക എന്നുള്ളത്. അപ്പോ ആ വൃന്ദാവനത്തിലെ ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞ സ്ഥലത്ത് ചെന്നാൽ ആ ഓടക്കുഴൽ നാദവും ആ യമുനയും ഗോപികമാരോടൊപ്പം ഭഗവാൻ രാസക്രീഡ ആടിയതും എല്ലാം നമുക്ക് ഇങ്ങനെ മനസ്സിൽ സങ്കല്പിക്കാൻ സാധിക്കും. അപ്പൊ അക്രൂരൻ ഭഗവാൻ ഉള്ള ആ സമയത്താണ് വൃന്ദാവനത്തിലേക്ക് എത്തുന്നത്, അല്ലെ. അപ്പോ അക്രൂരൻ അങ്ങനെ വൃന്ദാവനത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഇത്രയും വലിയൊരു പുണ്യഭൂമിയാണ്. അപ്പൊ ആ പുണ്യഭൂമിയുടെ പോസിറ്റിവിറ്റി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉണ്ടായിക്കാണും. അപ്പോ എന്താണ് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത, നിർവചിക്കാനാവാത്ത ആനന്ദ സാഗരത്തിൽ ആറാടി ആ ഭക്തിയുടെ, ഉത്തമ ഭക്തിയുടെ ഉച്ചസ്ഥമായിട്ടുള്ള ഒരു അവസ്ഥയിലെത്തി. ഒരു മയക്കത്തിൽ എന്ന പോലെ, അതായത് ഒരു ആലസ്യത്തിൽ എന്ന പോലെ, ഉന്മാദം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയായിരുന്നു അക്രൂരൻ. അതായത് ഭഗവാന്റെ വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേർന്നു. കാത്ത് കാത്ത് കാത്തിരുന്ന ആ ഒരു മൊമെന്റില് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ഇനി ഭഗവാനെ കാണുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അവിടെ എത്തിയപ്പോ അത്രയും ഭഗവാന്റെ പാദം പതിഞ്ഞ് പുണ്യഭൂമിയാണ് അത്. അത്രയും പോസിറ്റിവിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ എത്തിയപ്പോ ആ ഭക്തിയുടെ ഉച്ചസ്ഥമായ അവസ്ഥ കൊണ്ട് തന്നെ അദ്ദേഹം ആനന്ദ പാരവശ്യത്തിലായി എന്നുള്ളതാണ് 5-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 5-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. പടിപടിയായി ഭഗവാന്റെ പാദം പതിഞ്ഞ് പുണ്യഭൂമിയായിട്ടുള്ള വൃന്ദാവനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. ശിവൻ, ബ്രഹ്മാവ്, ദേവന്മാർ തുടങ്ങിയവർക്കൊക്കെ വന്ദിക്കാൻ യോഗ്യമായിട്ടുള്ള ആ പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നപ്പോൾ ഭക്തിയുടെ ഉച്ചസ്ഥമായിട്ടുള്ള അവസ്ഥയില് ആനന്ദ പാരവശ്യത്തിലായി അക്രൂരൻ എന്നാണ് പറയുന്നത്. ഒരു തരം ഉന്മാദ അവസ്ഥയില് അദ്ദേഹം എന്തെന്ത് അവസ്ഥയെ പ്രാപിച്ചില്ല എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു.
ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകം ചൊല്ലാം. പശ്യന്ന വന്ദത ഭവദ്വിഹൃതി സ്ഥലാനി പാംസുഷ്വേഷ്ടത ഭവച്ചരണാങ്കിതേഷു കിം ബ്രൂമഹേ ബഹുജനാ ഹി തഥാപി ജാതാ ഏവം തു ഭക്തി തരളാ വിരളാ പരാത്മൻ പശ്യന്ന വന്ദത ഭവദ്വിഹൃതി സ്ഥലാനി പാംസുഷ്വേഷ്ടത ഭവച്ചരണാങ്കിതേഷു കിം ബ്രൂമഹേ ബഹുജനാ ഹി തഥാപി ജാതാ ഏവം തു ഭക്തി തരളാ വിരളാ പരാത്മൻ. 6ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ അക്രൂരൻ വൃന്ദാവനത്തിലെ മണ്ണില് കാല് പതിച്ചു. അപ്പൊ അവിടെ എത്തിയപ്പോ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ആനന്ദം ഉണ്ടായി. അപ്പൊ അവിടെ എത്തിയപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയണില്ല. അപ്പൊ ആ ഭഗവാൻ ലീല ആടിയിട്ടുള്ള ആ വൃന്ദാവനത്തിലെ മണ്ണിൽ ആദ്യം അദ്ദേഹം സാഷ്ടാംഗം നമസ്കരിച്ചു. പിന്നെ ഭഗവാന്റെ കാലടി പതിഞ്ഞ് പുണ്യഭൂമിയായിട്ടുള്ള ആ മണ്ണില്, ആ പൊടിയിൽ കിടന്ന് അദ്ദേഹം ഉരുണ്ടു. അതായത് ഞങ്ങൾ എന്ത് പറയാനാണ്, ഇത്ര ഭക്തി പാരവശ്യം എങ്ങനെ വിവരിക്കാനാണ് എന്ന് ഭട്ടതിരിപ്പാട് പറയാണ്. അത്രയും ഭഗവാന്റെ മേൽ ഭക്തിയുള്ള ആളാണ് അക്രൂരൻ. അപ്പോ ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ പറയാണ്, ബഹുജനങ്ങൾ അവിടെ ജനിച്ചുവെങ്കിലും, അവിടെ പല ജനങ്ങളും ഭഗവാനെ നേരിട്ട് കാണുന്നവരാണ്. അവിടെ കുറെ പേര് ജനിച്ചിട്ടുണ്ട്. പക്ഷെ അവരിലൊന്നും കാണാത്തത്ര ഭക്തിയുടെ പാരവശ്യം അക്രൂരനിൽ കാണാൻ കഴിയുന്നു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ 6ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. വൃന്ദാവനത്തില് കാലടി എടുത്തു വെച്ച അക്രൂരൻ ആദ്യം ഭഗവാൻ ലീലകളാടിയ ആ പുണ്യഭൂമിയില് സാഷ്ടാംഗം നമസ്കരിച്ചു. പിന്നെ ഭഗവാന്റെ കാലടി മുദ്ര പതിഞ്ഞിട്ടുള്ള ആ മണ്ണിൽ കിടന്ന് അദ്ദേഹം ഉരുണ്ടു. അപ്പൊ എന്താണ് പറയേണ്ടത്? അവിടെ ബഹുജനങ്ങള് ജനിച്ചുവെങ്കിലും ഇതുപോലെയുള്ള ഭക്തി പാരവശ്യം ആരിലും കാണാൻ സാധിച്ചിട്ടില്ല എന്ന് ഭട്ടതിരിപ്പാട് പറയാണ്. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം ചൊല്ലാം. സായം സഗോപഭവനാനി ഭവച്ചരിത്രഗീതാമൃത പ്രസൃത കർണരസായനാനി പശ്യൻ പ്രമോദസരിതേവ കിലോഹ്യമാനോ ഗച്ഛൻ ഭവദ്ഭവന സന്നിധിമന്വയാസീത് സായം സഗോപഭവനാനി ഭവച്ചരിത്രഗീതാമൃത പ്രസൃത കർണരസായനാനി പശ്യൻ പ്രമോദസരിതേവ കിലോഹ്യമാനോ ഗച്ഛൻ ഭവദ്ഭവന സന്നിധിമന്വയാസീത്. 7ാമത്തെ ശ്ലോകത്തില് വിവരിക്കുന്നത് ഏകദേശം വൈകുന്നേരമായി, സന്ധ്യാസമയമായി. അപ്പൊ അവിടെയുള്ള ഗോപന്മാരുടെ വീടുകളിൽ നിന്നൊക്കെ ഭഗവത് ലീലകൾ പറഞ്ഞ് പാടിക്കൊണ്ടുള്ള പാട്ടുകൾ ഇങ്ങനെ കേൾക്കാം. ഗാനങ്ങൾ, ഭഗവത് ലീലകളെ പാടി പുകഴ്ത്തുകയാണ് ഗോപന്മാരും ഗോപികമാരും ഒക്കെ. അപ്പൊ ആ പാട്ടിങ്ങനെ പൂതനാമോക്ഷം തുടങ്ങിയ എല്ലാ, പൂതനാമോക്ഷം തൊട്ടാണല്ലോ ഭഗവാന്റെ ലീല തുടങ്ങുന്നത്. അപ്പോ അവിടം തൊട്ടുള്ള ഭഗവത് ലീലകൾ ഇങ്ങനെ കേട്ട്, ആ പാട്ട് ഇങ്ങനെ കേട്ട് കേട്ട് ഇങ്ങനെ പരമാനന്ദ സാഗരത്തിൽ ഇങ്ങനെ ഒഴുകി 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 അദ്ദേഹം പോലും അറിയാതെ ഗോകുലത്തിലെ ഭഗവാന്റെ ഗൃഹത്തിന് മുമ്പിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് 7ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ സന്ധ്യാസമയമായി അക്രൂരൻ അവിടെ സന്ധ്യാസമയമായി അക്രൂരൻ അവിടെ എത്തുമ്പോ, അപ്പോ അവിടെ അദ്ദേഹം എത്തി, ആദ്യം നമസ്കരിച്ചു ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ്, ഭഗവാന്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോ ആ സമയത്ത് എല്ലാ വീടുകളിൽ നിന്നും ഭഗവത് ലീലകൾ പാടി പുകഴ്ത്തുന്നതാണ് അദ്ദേഹം കേൾക്കുന്നത്. പൂതനാമോക്ഷം തുടങ്ങിയിട്ടുള്ള ഭഗവാന്റെ ലീലകള് ഗോപന്മാരുടെ വീടുകളിൽ നിന്നും കേൾക്കാനുണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഒഴുകി നടക്കണം. അപ്പൊ അതിനെ ഭട്ടതിരിപ്പാട് പറയാണ്, പരമാനന്ദ സാഗരത്തിൽ പെട്ടിങ്ങനെ ഒഴുകി 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 താൻ പോലും അറിയാതെ
അല്ലെ? നമ്മള് ഒഴുക്കുള്ളൊരു വെള്ളത്തിൽ പെട്ടാ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല അല്ലെ? നമ്മളെ തനിയെ അത് കൊണ്ടുപോകും. അതുപോലെ ആ പരമാനന്ദ സാഗരത്തില് അദ്ദേഹം പോലും അറിയാതെ അക്രൂരൻ ഇങ്ങനെ ഒഴുകി ഭഗവത് ഗൃഹത്തിന് മുന്നിലെത്തി. അവിടെ എത്തിയത് പോലും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അവിടെ എത്തി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം ചെല്ലാം. താവദ്ധർശ പശുദോഹ വിലോകലോലം ഭക്തോത്തമാഗതിമിവ പ്രതിപാലയന്തം ഭൂമൻ ഭവന്തമയമഗ്രജവന്ദമന്ദർബ്രഹ്മാനുഭൂതിരസസിന്ധുമിവോദ്വമന്ദം താവദ്ധർശ പശുദോഹ വിലോകലോലം ഭക്തോത്തമാഗതിമിവ പ്രതിപാലയന്തം ഭൂമൻ ഭവന്തമയമഗ്രജവന്ദമന്ദർബ്രഹ്മാനുഭൂതിരസസിന്ധുമിവോദ്വമന്ദം. 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ അമ്പാടിയിലെത്തി ഭഗവാന്റെ ഗൃഹത്തിന് മുന്നിലെത്തി. അപ്പൊ അവിടെ ഗോപവനിതകള് പശുക്കളെ കറക്കുന്നത് അക്രൂരൻ അല്പസമയം നോക്കി നിന്നു. അപ്പോ ഭഗവാൻ ഇങ്ങനെ ബലരാമനോട് ഒന്നിച്ച് അവിടെ നിൽക്കാണ്. അപ്പൊ ആ നിൽപ്പ് കണ്ടാൽ തോന്നും അക്രൂരന്റെ ആഗമനം അറിഞ്ഞുകൊണ്ടുള്ള നിൽപ്പാണ് എന്ന് തോന്നും. അല്ലെങ്കിലും ജഗന്നാഥനല്ലേ ഭഗവാൻ, എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട് അല്ലെ? അപ്പൊ അക്രൂരന്റെ ആഗമനം തീർച്ചയായിട്ടും ഭഗവാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോ ആ ആഗമനം പ്രതീക്ഷിച്ച് നിൽക്കുന്നത് പോലെയാണ് ഭഗവാൻ അവിടെ നിന്നിരുന്നത്. അപ്പോൾ ഭട്ടതിരിപ്പാട് ഇവിടെ പറയാണ്, സർവശക്തനായിട്ടുള്ള ഭഗവാനെ അക്രൂരൻ വഴിയിലുടനീളം അല്ലെ ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ച് പരമാനന്ദത്തിലാണ് ഇങ്ങനെ വന്നത്. ആ പരമാനന്ദത്തിൽ നിന്ന് രൂപമെടുത്തത് പോലെയാണ് കൃഷ്ണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നത് എന്ന്. അതായത് അത്രയും അക്രൂരന്റെ മനസ്സിലുള്ള അത്രയും പരമാനന്ദം ഒന്നിച്ച് രൂപമെടുത്ത് ഭഗവാനായിട്ട് കൃഷ്ണനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പോലെയാണ് ഭഗവാൻ അവിടെ നിന്നിരുന്നത് എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ 8ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. അമ്പാടിയിലെത്തിയ അക്രൂരൻ ഗോപസ്ത്രീകള് പശുക്കളെ കറക്കുന്നത് അല്പസമയം നോക്കി നിന്ന് കണ്ടു. ഭഗവാൻ കൃഷ്ണനാവട്ടെ ബലരാമനോട് ഒന്നിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ നിൽപ്പ് കാണുമ്പോൾ അക്രൂരന്റെ ആഗമനം പ്രതീക്ഷിച്ചാണ് ഭഗവാൻ നിൽക്കുന്നത് എന്ന് തോന്നിപ്പോവും. അക്രൂരൻ വഴിയിലുടനീളം ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ച് വന്ന ആളാണ്. ആ പരമാനന്ദം രൂപമെടുത്ത് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത് പോലെയാണ് കൃഷ്ണൻ അവിടെ നിന്നിരുന്നത് എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. സായന്തനാപ്ലവ വിശേഷ വിവിക്ത ഗാത്രൗ ദ്വൗ പീതനീലരുചിരാംബരലോഭനീയൗ നാതിപ്രപഞ്ചധൃതഭൂഷണചാരുവേഷൗ മന്ദസ്മിതാർദ്രവദനൗ സ യുവാം ദധർശ. സായന്തനാപ്ലവ വിശേഷ വിവിക്ത ഗാത്രൗ ദ്വൗ പീതനീലരുചിരാംബരലോഭനീയൗ നാതിപ്രപഞ്ചധൃതഭൂഷണചാരുവേഷൗ മന്ദസ്മിതാർദ്രവദനൗ സ യുവാം ദധർശ. 9ാമത്തെ ശ്ലോകത്തില് അക്രൂരൻ എങ്ങനെയാണ് രാമകൃഷ്ണന്മാരെ കണ്ടത് എന്ന് വിവരിക്കുകയാണ്. അപ്പൊ അക്രൂരൻ അമ്പാടിയിൽ എത്തുമ്പോ അവരിങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ വൈകിട്ട് മേല് കഴുകി പ്രത്യേകിച്ച് നിർമ്മലമായിട്ടുള്ള ശരീരത്തോടു കൂടിയവരും മഞ്ഞയും നീലയും നിറമുള്ള പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ കമനീയന്മാരും അധികം ആഭരണങ്ങൾ ധരിച്ചിരുന്നില്ലെങ്കിലും ഹൃദയഹാരിയായിട്ടുള്ള വേഷത്തോടു കൂടിയവരും പുഞ്ചിരി കൊണ്ടും സ്നേഹഭാവം കൊണ്ടും ഉള്ള മുഖത്തോടു കൂടിയവരുമായി നിങ്ങളെ, അതായത് നിങ്ങളെ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നത് രാമകൃഷ്ണന്മാരെയാണ്, നിങ്ങളെ അക്രൂരൻ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോ ഭഗവാൻ കൃഷ്ണനും ബലരാമനും ഒക്കെ
പകലൊക്കെ പശുക്കളെ മേച്ചൊക്കെ നടക്കാണ്. അപ്പൊ വൈകുന്നേരം വീടുകളിൽ എത്തിച്ചേരുമ്പോ മേലൊക്കെ കഴുകി പ്രത്യേകിച്ച് നിർമ്മലമായതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എല്ലാം വൃത്തിയായി മേലൊക്കെ കഴുകി നീലയും മഞ്ഞയും നിറമുള്ള പട്ട് വസ്ത്രങ്ങളാണ് അണിഞ്ഞിരിക്കുന്നത്. അപ്പൊ പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് കമനീയന്മാരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രയും വശ്യമായിട്ടുള്ള സൗന്ദര്യമാണ് രാമകൃഷ്ണന്മാർക്ക്. അപ്പൊ അങ്ങനെയുള്ള കമനീയന്മാരും അധികം ആഭരണങ്ങളൊന്നും ധരിച്ചിട്ടില്ല. പക്ഷെ ഹൃദയഹാരിയായിട്ടുള്ള ആരുടെയും ഹൃദയത്തെ ആകർഷിക്കുന്ന വേഷങ്ങൾ അണിഞ്ഞവരായിരുന്നു അവര്. പിന്നെ അതിലും വലിയൊരു ആഭരണമാണ് മുഖത്തുള്ളത്. പുഞ്ചിരി കൊണ്ടും, അല്ലെ, പുഞ്ചിരിയാണ് ഏറ്റവും നല്ല ആഭരണം എന്ന് പറയും. പുഞ്ചിരി കൊണ്ടും സ്നേഹഭാവം കൊണ്ടും, അതായത് മറ്റുള്ളവരോട് ദയുള്ള സ്നേഹമുള്ള ഭാവമാണ് രണ്ടുപേർക്കും, രാമകൃഷ്ണന്മാർക്ക്. അപ്പൊ അങ്ങനെയുള്ള സ്നേഹഭാവത്തോടു കൂടിയ മുഖത്തോടും നിങ്ങളെ ഇരുവരെയും അക്രൂരൻ കണ്ടു എന്നാണ് 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം ചെല്ലാം. ദൂരാദ്രതാത്സമവരുഹ്യ നമന്ദമേനമുത്താപ്യ ഭക്തകുലമൗലിമതോപഗൂഹൻ ഹർഷാന്വിതാക്ഷരഗിരാകുശലാനുയോഗി പാണിം പ്രഗൃഹ്യ സഫലോതഗൃഹാന്നിനേത. ദൂരാദ്രതാത്സമവരുഹ്യ നമന്ദമേനമുത്താപ്യ ഭക്തകുലമൗലിമതോപഗൂഹൻ ഹർഷാന്വിതാക്ഷരഗിരാകുശലാനുയോഗി പാണിം പ്രഗൃഹ്യ സഫലോതഗൃഹാന്നിനേത. 10ാമത്തെ ശ്ലോകത്തില് പറയുന്നത് അങ്ങനെ തേരിലിരുന്നു കൊണ്ട് തന്നെ ദൂരത്ത് നിന്ന് തന്നെയാണ് ഭഗവാനെ ദർശിച്ചത്. അപ്പോ ഭഗവാനെ ദർശിച്ചപ്പോൾ അക്രൂരൻ തേരിൽ നിന്ന് താഴെ ഇറങ്ങി സാഷ്ടാംഗം നമസ്കരിച്ചു. രാമകൃഷ്ണന്മാരെ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് അക്രൂരൻ. അപ്പോൾ അങ്ങനെ നമസ്കരിച്ച സമയത്ത് ഭട്ടതിരിപ്പാട് ഇവിടെ പറയാണ്, ഭക്തന്മാരുടെ വംശത്തിന് ശിരോരത്നം എന്ന് വെച്ചാൽ ഭക്തന്മാരുടെ വംശത്തിൽ തന്നെ ഒരു തലയിലുള്ളൊരു രത്നം ആണ് ആര്? അക്രൂരൻ. അത്രയും ഉത്തമ ഭക്തനാണ്. അപ്പോ ഭക്തന്മാരുടെ വംശത്തിന് ശിരോരത്നമായിട്ടുള്ള ആ അക്രൂരനെ രാമകൃഷ്ണന്മാർ ഒന്നിച്ച് പിടിച്ചെണീപ്പിച്ചു. സാഷ്ടാംഗം നമസ്കരിച്ചിരിക്കുകയാണ് കാൽക്കല്. അപ്പൊ അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് പിടിച്ചെണീപ്പിച്ചു. എന്നിട്ട് അക്രൂരൻ ആഗ്രഹിച്ച പോലെ തന്നെ അദ്ദേഹത്തെ ആശ്ലേഷിച്ചു. എന്നിട്ട് ചുരുക്കം ചില വാക്കുകളില് കുശലങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ ഗൃഹത്തിനുള്ളിലേക്ക് നയിച്ചു കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇതിൽ പരം ഒരു ഉത്തമ ഭക്തന് കിട്ടേണ്ടുന്ന നിർവൃത്തി എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് കാലാകാലങ്ങളായിട്ടുള്ള ഭക്തിയാണ് ഭഗവാനോട്. ഭഗവാനെ കാണണമെന്ന് അതിയായി ആഗ്രഹിച്ചു വന്ന് ഭഗവാന്റെ കാലടി പതിഞ്ഞ മണ്ണിൽ കിടന്ന് ഉരുണ്ടു അക്രൂരൻ ഭക്തി കൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ നേരെ കണ്ണിന്റെ മുമ്പിൽ കണ്ടു. അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ചു. ആ സമയത്ത് അദ്ദേഹം തന്നെ നമ്മളെ കൈ പിടിച്ച് എണീപ്പിച്ച് ആശ്ലേഷിച്ച് കുശല പ്രശ്നങ്ങളൊക്കെ ചോദിച്ച്, അല്ലെ, നമ്മളോട് സംസാരിച്ച് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിൽ പരം എന്താണ് ഒരു ഭക്തന് ഇനി കിട്ടാനുള്ളത് എന്നുള്ളത്. അപ്പൊ അത്രയേ ഉള്ളൂ 10ാമത്തെ ശ്ലോകത്തില്. ഇനി നമുക്ക് 11ാമത്തെ ശ്ലോകം ചൊല്ലാം. നന്ദേന സാകമമിതാദരമർച്ചയിത്വാ തം യാദവം തദുദിതാം നിശമയ്യ വാർത്താം ഗോപേഷു ഭൂപതി ദിദേശ കഥാം നിവേദ്യ നാനാകഥാഭിരിഹതേന നിശാമനൈഷി. നന്ദേന സാകമമിതാദരമർച്ചയിത്വാ തം യാദവം തദുദിതാം നിശമയ്യ വാർത്താം ഗോപേഷു ഭൂപതി ദിദേശ കഥാം നിവേദ്യ നാനാകഥാഭിരിഹതേന നിശാമനൈഷി. അങ്ങനെ 11ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അക്രൂരനെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, അല്ലെ. അപ്പൊ നന്ദഗോപരോടും ബലരാമനോടും കൃഷ്ണനോടും കൂടി
അവര് 3 പേരും ബലരാമനും കൃഷ്ണനും നന്ദഗോപുരം കൂടി അദ്ദേഹത്തിന് അതിഥി സൽക്കാരം നടത്തി. അതിഥി ദേവോ ഭവ എന്നാണല്ലോ പറയാ. അതിഥികളെ ദേവന്മാരെ പോലെ കണ്ട് ശുശ്രൂഷിക്കണം എന്നാണ് പറയാ. അപ്പൊ അങ്ങനെ പൂജിച്ചു എന്നാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് ഒരു ഇരിപ്പിടം കൊടുത്തു, എന്നിട്ട് അദ്ദേഹത്തിന്റെ കാല് കഴുകി പൂജിച്ച് ആഹാരം നൽകി, താമ്പൂലം, അങ്ങനെ ആഹാരം കൊടുക്കുന്നതിന് പണ്ട് നിലനിന്നിരുന്ന കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ആ എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ചു തന്നെ അദ്ദേഹത്തിന് സൽക്കാരം നടത്തി. അപ്പോൾ അദ്ദേഹം അക്രൂരനാവട്ടെ ആഗമനോദ്ദേശം എന്താണ് എന്ന് പറഞ്ഞു. കംസൻ പറഞ്ഞിട്ടാണ് വന്നത്, ഇങ്ങനെ യജ്ഞത്തിന് ക്ഷണിക്കാനാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഭഗവാനെ ധരിപ്പിച്ചു. അങ്ങനെ അവരെല്ലാവരും കൂടി തമ്മിൽ തമ്മിൽ സംഭാഷണങ്ങൾ പറഞ്ഞ് സംസാരിച്ച് രാത്രി കഴിച്ചുകൂട്ടി എന്നുള്ളതാണ് 11ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വരുമ്പോ എങ്ങനെയാണോ അതുപോലെ തന്നെ. അപ്പൊ അക്രൂരന് താൻ പ്രാർത്ഥിക്കുന്ന, താൻ ഇത്രയും ആഗ്രഹിച്ചു വന്ന ഭഗവാന്റെ അടുത്താണ് ഇരിക്കുന്നത് എന്നുള്ളതല്ല, ഒരു ഒരു ഗസ്റ്റിന്റെ ഒരു നമുക്ക് പരിചയമുള്ള ഒരു ബന്ധുവിന്റെ വീട്ടില് അവരുടെ ക്ഷണം സ്വീകരിച്ചു പോയതുപോലെ അക്രൂരന് ഫീൽ ചെയ്തുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഭഗവാനോട്, ഭഗവാൻ നമ്മളിൽ ഒരാളായി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇത്. അപ്പൊ അത്രയേ ഉള്ളൂ. അക്രൂരൻ അവരുടെ വീട്ടിലേക്ക് അവരുടെ ക്ഷണം സ്വീകരിച്ച് കയറി ചെന്നു. നന്ദഗോപരും ബലരാമനും ശ്രീകൃഷ്ണനും ചേർന്ന് അതിഥി സൽക്കാരം നടത്തി അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. അദ്ദേഹത്തിന് ആഹാരവും എങ്ങനെയൊക്കെയാണോ ഒരു അതിഥിയെ സ്വീകരിക്കേണ്ടത് അങ്ങനെയുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. അപ്പൊ അദ്ദേഹം എന്തിനാണ് വന്നത് എന്നുള്ള കാര്യം പറയാണ്. കംസൻ ഇങ്ങനെ അയച്ചിട്ടാണ് വന്നത്. ധനുർയജ്ഞം കാണാൻ അവരെ ക്ഷണിച്ചിരിക്കുന്ന വിവരമൊക്കെ അവരെ ധരിപ്പിച്ചു. എന്നിട്ട് അവരെല്ലാവരും കൂടി രാത്രി മുഴുവനും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് 11ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 12ാമത്തെ ശ്ലോകം ചൊല്ലാം. ചന്ദ്രാഗൃഹേ കിമുത ചന്ദ്രഭഗാഗൃഹേനു രാധാഗൃഹേനു ഭവനേ കിമു മൈത്രവിന്ദേ ധൂർത്തോ വിളംബത ഇതി പ്രമദാഭിരുച്ചൈരാശങ്കിതോ നിശിമരുത്പുരനാഥ പായ. ചന്ദ്രാഗൃഹേ കിമുത ചന്ദ്രഭഗാഗൃഹേനു രാധാഗൃഹേനു ഭവനേ കിമു മൈത്രവിന്ദേ ധൂർത്തോ വിളംബത ഇതി പ്രമദാഭിരുച്ചൈരാശങ്കിതോ നിശിമരുത്പുരനാഥ പായ. 12ാമത്തെ ശ്ലോകം അക്രൂരനുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ് കേട്ടോ, പക്ഷെ വളരെ രസകരമായിട്ടുള്ള ശ്ലോകമാണ്. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ എന്താണ് ചെയ്യുന്നത്? അക്രൂരനോട് കൂടി സംസാരിച്ചിരിക്കുകയാണ് അല്ലെ. നന്ദഗോപുരം ബലരാമനും കൃഷ്ണനും അക്രൂരനും എല്ലാവരും ഇരുന്നിങ്ങനെ സംസാരിച്ച് കംസന്റെ ആഗമനോദ്ദേശം പറഞ്ഞു. അവിടെ നാരദര് വന്നതും അവിടെ ഉണ്ടായ പ്രശ്നങ്ങളും ഒക്കെ അക്രൂരൻ ഇങ്ങനെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെ എല്ലാ നാട്ടു വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഗോപികമാരുടെ ആശങ്ക എന്താണെന്ന് അറിയാമോ? ചതിയനായിട്ടുള്ള അവിടുന്ന്, അതായത് കൃഷ്ണനെയാണ് പറയുന്നത് കേട്ടോ ചതിയനാണെന്ന്. ചതിയനായിട്ടുള്ള ആ ചതിയൻ എന്ന് പറയുന്നത് നമ്മളൊരു നെഗറ്റീവ് സെൻസിൽ എടുക്കണ്ട. അവർക്ക് അത്രത്തോളം ഭഗവാനോട് ഫ്രീഡം ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അത്രയും ഭഗവാൻ അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോ അങ്ങനെ ചതിയനായിട്ടുള്ള അവിടുന്ന് ചന്ദ്രയുടെ ഗൃഹത്തിലാണോ, ചന്ദ്രഭഗയുടെ ഗൃഹത്തിലാണോ, രാധയുടെ ഗൃഹത്തിലാണോ, മിത്രവിന്ദയുടെ ഗൃഹത്തിലാണോ, ഏത് ഗൃഹത്തിലാണാവോ ഈ രാത്രി കഴിച്ചു കൂട്ടുന്നത് എന്ന് ആലോചിച്ച് സംശയിച്ചിരിക്കുകയാണ്. നമ്മള് രാസക്രീഡയിലും പറഞ്ഞ പോലെ അവരെല്ലാരും അഹങ്കരിക്കാനാ, എന്റെ കൂടെയാണ് കൃഷ്ണൻ അഹങ്കരിക്കാണ്. അപ്പൊ ഇപ്പൊ ആ ഗോപികമാർക്ക് അറിയാം എന്റെ കൂടെ ഇല്ല. അപ്പൊ അവര് തമ്മിൽ സംശയിക്കുകയാണ്. ചന്ദ്രയുടെ ഗൃഹത്തിലായിരിക്കോ, ചന്ദ്രഭഗയുടെ ഗൃഹത്തിലായിരിക്കോ, ഇനി രാധാറാണിയുടെ ഗൃഹത്തിലായിരിക്കോ? അപ്പൊ അങ്ങനെ ഇവരൊക്കെ ഗോപികമാരാണ്. ഈ ഗോപികമാരുടെ പേരൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഗോപസ്ത്രീകളാൽ സംശയിക്കപ്പെട്ടിരിക്കുകയാണ് ഭഗവാൻ. എന്നാൽ ശരിക്കും ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? അക്രൂരനോടുകൂടി സംസാരിച്ചിരിക്കുകയാണ്. പക്ഷെ ഗോപസ്ത്രീകൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അങ്ങ് എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 72ാമത്തെ ദശകം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോ നമുക്ക് ഇന്ന് ചൊല്ലിയ 12 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം.
कंसोऽधनारदगिरा व्रजवासिनं त्वामाकर्ण्य दीर्णहृदय स तु गान्धिनेयम् आहूय कार्मुकमखच्चलतो भवन्तम् आनेतुमेन महिनो दहिनाथशायिन् अक्रूर एष भवदङ्कृपरश्चिराय त्वद्धर्शनाक्षममना क्षितिपालभीत्या तस्याज्ञयैव पुनरीक्षितुमुद्यतस्त्वामानन्दभारमधिभूरितरं बभार सोऽयं रथेन सुकृती भवतो निवासं गच्छन्मनोरथगणांस्त्वयि दार्यमाणान् आस्वादयन् मुहुरपाय भयेन दैवं सम्प्रार्थयन् पतिन किञ्चिदपि व्यजानात् द्रक्ष्यामि वेतशतगीतगतिं पुमांसं स्प्रक्ष्यामि किं स्विदपि नाम परिष्वजेय किं वक्ष्यते स खलु मां क्वनु वीक्षितस्यादित्तं निनाय स भवन्मयमेव मार्गम् भूय क्रमादभिविशन् भवदङ्घ्रिपूतं वृन्दावनं हरविरिञ्चसुराभिवन्द्यम् आनन्दमग्न इव लग्न इव प्रमोहे किं किं दशान्तरमवापन पङ्कजाक्ष पश्यन्न वन्दत भवद्विहृतिस्थलानि पांसुष्वेष्टद भवच्चरणाङ्गितेषु किं ब्रूमहे बहुजना हि तथापि जाता एवं तु भक्तितरला विरला परात्मन् सायं स गोपभवनानि भवच्चरित्रगीतामृतप्रसृतकर्णरसायनानि पश्यन् प्रमोदसरितेव किलोह्यमानो गच्छन् भवद्भवनसन्निधिमन्वयासीत् तावद्धदर्श पशुदोहविलोकलोलं भक्तोत्तमागतिमिव प्रतिपालयन्तम् भूमन् भवन्दमयमग्रजवन्दमन्दर्ब्रह्मानुभूतिरससिन्धुमिवोद्वमन्दम् सायन्दनाप्लवविशेषविविक्तगात्रौ द्वौ पीतनीलरुचिराम्बरलोभनीयौ नातिप्रपञ्चधृतभूषणचारुवेशौ मन्दस्मितार्द्रवदनौ स युवां ददर्श दूराद्रतात् समवरुह्य न मन्दमेनमुत्थाप्य भक्तकुलमौलिमदोपगूहन् हर्षान्विताक्षरगिरा कुशलानुयोगी पाणिं प्रगृह्य सबलोतगृहान्निनेत नन्देन साकममितादरमर्चयित्वा
तं यादवं तदुदितां निशमय्य वार्ताम् गोपेषु भूपतिदिदेशकथां निवेद्य नानाकथाभिरिहतेन निशामनैषी चन्द्रागृहे किमुत चन्द्रभगागृहेनु राधागृहेनु भवने किमु मैत्रविन्दे धूर्तो विलम्बद इति प्रमदाभिरुच्चैराशङ्कितो निशिमरुत्पुरनाद पाया सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द. അപ്പോൾ എല്ലാവരും തുടർന്നും വീഡിയോസ് ഇതുപോലെ തന്നെ കാണണം. ഈ വീഡിയോസ് ഒക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റുകളിൽ അറിയിക്കുകയും വേണം. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് 73ാമത്തെ ദശകവുമായിട്ട് വരാം. അതുവരെ ഹരിയോ.